സ്വാഗതം. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആന്റിബയോട്ടിക് മരുന്നുകളുടെ വിൽപ്പനയിൽ ഗണ്യമായ കുറവുണ്ടായതായി റിപ്പോർട്ട്. സംസ്ഥാനത്ത് പ്രതിവർഷം വിൽക്കുന്ന 15,000 കോടി രൂപയുടെ മരുന്നുകളിൽ 4,500 കോടി രൂപയും ആന്റിബയോട്ടിക്കുകളാണ്. എന്നാൽ സർക്കാർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ആശുപത്രികളും മെഡിക്കൽ സ്റ്റോറുകളും വഴിയുള്ള ആന്റിബയോട്ടിക്കുകളുടെ വിൽപ്പനയിൽ 1000 കോടി രൂപയുടെ കുറവുണ്ടായി. ആന്റിബയോട്ടിക് വിൽപ്പനയിൽ 1000 കോടി രൂപയുടെ ഇടിവുണ്ടായത് പ്രാഥമികമായി സർക്കാർ ഇടപെടലുകളും ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുന്ന ഡോക്ടർമാരുടെ കുറവുമാണ് കാരണമെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ പറയുന്നു. കേരളത്തിൽ 15,000 പോലീസുകാരുടെ കുറവുണ്ടെന്ന് ഹർഷിത അട്ടല്ലൂരി അടുത്തിടെ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞു. ഈ പ്രശ്നം പരിഹരിക്കാൻ ജില്ലയിലും 400 മുതൽ 1,300 വരെ ഉദ്യോഗസ്ഥന്മാരെ അധികമായി നിയമിക്കണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. പോലീസ് ഓഫീസർമാരുടെ മാനസിക പിരിമുറുക്കവും ജോലിഭാരവും കുറയ്ക്കാൻ സഹായിക്കുന്നതിന് അവരുടെ ജോലി സമയക്രമം 8 മണിക്കൂറായി പരിമിതപ്പെടുത്താൻ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ആറ്റിങ്ങൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് അടൂർ പ്രകാശ് MP ലോക്സഭയിൽ ഉന്നയിച്ച സബ്മിഷനിൽ ആവശ്യപ്പെട്ടു. പദ്ധതിക്ക് കഴിഞ്ഞ വർഷം നീക്കിവെച്ച 86,000 കോടി രൂപയാണ് ഇത്തവണയും വകവരുത്തിയിട്ടുള്ളത്. കുത്തിവെച്ചതിനെ തുടർന്ന് SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള 10 വയസ്സുകാരനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. ICUവിൽ തുടരുന്ന കുട്ടിയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. സാധാരണ ഭക്ഷണവും നൽകി തുടങ്ങി. കഴിഞ്ഞ മാസം 29-ന് രാത്രിയാണ് കണ്ണമൂല സ്വദേശി രാജേഷിന്റെയും മഞ്ജുവിന്റെയും മകനായ റിജോയെ പനിയെ തുടർന്ന് തൈക്കാട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ എത്തിച്ചത്. അടുത്ത ദിവസം രാവിലെ OPയിൽ കാണിക്കാൻ എത്തിയപ്പോൾ 2 തവണ കുത്തിവെപ്പ് നൽകി. ശ്വാസതടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ട കുട്ടിയെ SATയിലേക്ക് മാറ്റുകയായിരുന്നു. വിഴിഞ്ഞം ജനവാസ കേന്ദ്രത്തിനടുത്തുള്ള BSNLന്റെ ടവറിലേക്ക് വൈദ്യുതി നൽകുന്ന ജനറേറ്ററിന് തീ പിടിച്ചു. ചൂടേറ്റ ജനറേറ്റർ പൊട്ടിത്തെറിക്കുമെന്ന ഭീതിയെ തുടർന്ന് സംഭവ സ്ഥലത്തെത്തിയ വിഴിഞ്ഞം അഗ്നിരക്ഷാസേന അധികൃതർ സമീപവാസികളെ താൽക്കാലികമായി മാറ്റി. 2 വാഹനങ്ങളിലായി എത്തിയ സേനാംഗങ്ങൾ 1 മണിക്കൂറോളം നടത്തിയ ശ്രമത്തെ തുടർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. തിരുവല്ലം സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽപ്പെട്ട തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ ബലിമണ്ഡപങ്ങൾ ചോർന്നൊലിക്കുന്നു. തകർന്നുപോയ വാതിലുകൾക്കും ജനാലകൾക്കും പകരം പുതിയവ സ്ഥാപിക്കുന്നില്ല. മഴക്കാലത്ത് നനഞ്ഞുകൊണ്ട് ബലിതർപ്പണം നടത്തേണ്ട ഗതികേടിലാണ് ഭക്തർ. നവീകരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര പുരാവസ്തു വകുപ്പ് അധികൃതർ തടസ്സവാദം ഉന്നയിക്കുന്നുവെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. വിളപ്പിൽശാല പഞ്ചായത്തിൽ നൂലിയോട്ടെ സ്വകാര്യ പുരയിടത്തിലെ കിണറ്റിൽ വീണ മുൻ പഞ്ചായത്ത് അംഗം നൂലിയോട് ശ്രീനിലയത്തിൽ സത്യശീലനെ കാട്ടാക്കട അഗ്നിരക്ഷാസേന രക്ഷിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സത്യശീലൻ വീടിനു സമീപത്തെ പുരയിടത്തിലെ കിണറ്റിൽ കാൽ വഴുതി വീണത്. ഉദ്യോഗസ്ഥർ കിണറ്റിലിറങ്ങി സത്യശീലനെ വലയിലാക്കി പുറത്തെത്തിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സത്യശീലന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഭയരഹിതമായി ജോലി ചെയ്യാൻ സാഹചര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ അധ്യാപക സംഘടനയായ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. കൊൽക്കത്ത മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ സമരം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ T റോസ്നാര ബിഗം ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വിതുര വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. 2.5 മാസമായി ഓഫീസർ ഇല്ലാത്തതിനാൽ ഇടപാടുകൾ നടക്കുന്നില്ലെന്നാരോപിച്ച് വിതുര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം. DCC ജനറൽ സെക്രട്ടറി ലാൽ റോഷിൻ ഉദ്ഘാടനം ചെയ്തു. ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ തഹസിൽദാരുമായി സംസാരിച്ച ശേഷം 10 ദിവസത്തിനകം വില്ലേജ് ഓഫീസറെ നിയമിക്കാൻ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധ സമരം അവസാനിച്ചത്. ബാറിനുള്ളിൽ തർക്കത്തിനിടെ യുവാക്കളെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ പോലീസ് പിടികൂടി. കരമന മേലാറന്നൂർ സ്വദേശികളായ വിജയകുമാർ, സുമേഷ് എന്നിവരെയാണ് തമ്പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രിയാണ് തമ്പാനൂരിലെ ബാറിൽ കത്തിക്കുത്ത് നടന്നത്.
ബാറിനുള്ളിൽ അടുത്തടുത്തിരുന്ന് മദ്യപിക്കുന്നതിനിടെ നടന്ന തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. തൈക്കാട് കണ്ണേറ്റുമുക്ക് സ്വദേശികളായ അലക്സ്, ഹോർമിക്സ്, സുഹൃത്ത് സൂരജ് എന്നിവർക്കാണ് കുത്തേറ്റത്. കരക്കുളം ഗ്രാമപഞ്ചായത്തിലെ മുല്ലശ്ശേരി, വെങ്കോട്, മുളമുക്ക് പ്രദേശങ്ങളിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നു. ഈ പ്രദേശങ്ങളിലേക്ക് KSRTC 2 ഇലക്ട്രിക് ബസ് സർവീസുകൾ ആരംഭിച്ചു. പുതിയ സർവീസുകൾ മന്ത്രി GR അനിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. വെള്ളനാടിനു സമീപം പുതുമംഗലം വട്ടവിളയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ 2 കാണിക്കവഞ്ചികൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. സമീപത്തെ റബ്ബർ പുരയിടത്തിൽ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് കാണിക്കവഞ്ചികൾ കണ്ടെത്തിയത്. സമീപത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് 2 മാസം മുൻപ് കാണിക്കവഞ്ചികൾ മോഷണം പോയിരുന്നു. ഈ കാണിക്കവഞ്ചികളാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. കടയ്ക്കാവൂർ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അഞ്ചുതെങ്ങ് ജലോത്സവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അഞ്ചുതെങ്ങ് മീരാൻ കടവിൽ നടത്താനിരുന്ന ടൂറിസം വാരാഘോഷവും ജലോത്സവവും ഒഴിവാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു. കെട്ടിട നിർമ്മാണ പെർമിറ്റിന്റെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 15 വർഷം വരെ നീട്ടുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. വ്യാപാര വാണിജ്യ സമുച്ചയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു തന്നെ മുഴുവൻ പാർക്കിംഗ് സൗകര്യം വേണമെന്ന നിബന്ധനയിലും ഇളവ്. കെട്ടിടം നിർമ്മിക്കുന്ന പ്ലോട്ടിൽ 25% പാർക്കിങ്ങും ബാക്കി 75% 200 മീറ്റർ ദൂരപരിധിക്കുള്ളിലും മതിയാകും. രണ്ടാമത്തെ സ്ഥലവും കെട്ടിട ഉടമയുടെ പേരിലുള്ളതായിരിക്കണം. സ്ഥലപരിമിതി കാരണം നിർമ്മാണ പ്രവർത്തികൾ മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനാണിത്. വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ ഓടയിലൂടെ തോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി. കവലയൂർ തോട്ടിലേക്കാണ് മാലിന്യം ഒഴുക്കുന്നത്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെയാണ് ഓടയിലേക്ക് ഒഴുക്കുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത്. ധാരാളം ആളുകൾ കുളിക്കാനും തുണി അലക്കാനും ഒക്കെ ആശ്രയിക്കുന്ന തോട്ടിലേക്കാണ് മാലിന്യം ഒഴുകിയെത്തുന്നത്. ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് ആശങ്ക ഉയർന്നിട്ടുണ്ട്. വിഷയം പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആരോഗ്യ വകുപ്പിലും ഗ്രാമപഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. നഗരത്തിലെ 54 ആരോഗ്യ സ്ഥാപനങ്ങളുടെ പശ്ചാത്തല സൗകര്യ വികസനവും ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നതും പരിഗണിച്ച് തുടർച്ചയായ 2ാം തവണയും നഗരസഭയ്ക്ക് ആർദ്ര കേരള പുരസ്കാരം. സംസ്ഥാനത്ത് ആദ്യമായി ഹെൽത്ത് സെന്ററുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുകയും 12 മണിക്കൂർ സേവനം ഉറപ്പാക്കുകയും ചെയ്ത മികവ് പരിഗണിച്ചു. വെള്ളനാട്ടിലും പരിസര പ്രദേശങ്ങളിലും തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് പെയ്ത ശക്തമായ മഴയ്ക്കിടെയുണ്ടായ ഇടിമിന്നലേറ്റ് 2 വീടുകൾക്ക് നാശം. വെള്ളനാടിനു സമീപം കമ്പനിമുക്ക് രേവതി ഭവനിൽ സജീവ്, കമ്പനിമുക്ക് പവിത്രത്തിൽ സുധീർ എന്നിവരുടെ വീടുകൾക്കാണ് നാശമുണ്ടായത്. വർക്കല ഐരൂർ ഗവ UP സ്കൂളിലെ സീഡ് ക്ലബ് അംഗങ്ങൾ വയനാട് ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്തേക്ക് വേണ്ടി ശേഖരിച്ച സാധനങ്ങൾ സന്നദ്ധ പ്രവർത്തകർക്ക് കൈമാറി. ഇലക്കമൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൈജു സ്കൂൾ പ്രഥമാധ്യാപകൻ കൃഷ്ണകുമാറിൽ നിന്നും സാധനങ്ങൾ ഏറ്റുവാങ്ങി. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.